ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, നമ്മുടെ ബാൽക്കണിയിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം തുടങ്ങിയത്. പക്ഷേ കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല കേട്ടോ. ഇന്ന് വെയിൽ കാണുവാണെങ്കിൽ നാളെ മഴയായിരിക്കും, നാളെ മഴയാണെങ്കിൽ പറ്റുന്ന തണുപ്പായിരിക്കും, പിന്നെ വീണ്ടും നല്ല വരൾച്ചയുള്ള നല്ല അടിപൊളി വെയിലായിരിക്കും. ഈ പ്രാവശ്യമാണെങ്കിൽ 32, 34 ഡിഗ്രി 36 ഡിഗ്രി വരെയൊക്കെയാണ് ജർമ്മനിയിൽ കാലാവസ്ഥ വന്നത്, ചൂട് വന്നത്. ആ സമയത്ത് ഈ ചട്ടീനെല്ലാം ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോയി വീടിൻ്റെ അകത്ത് വയ്ക്കും, വീണ്ടും മഴ പെയ്യുമ്പോൾ പുറത്തെടുത്ത് വയ്ക്കും. അങ്ങനെ പലതരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിച്ചാണ് ഇവരൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, മഴയാണ് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നടക്കുന്നുള്ളതിനുള്ളൊരു ഉത്തമ തെളിവാണ് കേട്ടോ ഇത്. അന്നത്തെ മഴയിലും കാറ്റിലും അല്ലെങ്കിൽ ആ വരൾച്ചയിലും ആ ചൂടിലും എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന ചെടികളാണ്. അതിനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ വിളവ് കിട്ടിയത്. ഇതൊരു വലിയ വിളവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ ജീവിതവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഉണ്ടാവുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോയി ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലുണ്ടല്ലോ, ഉറപ്പായിട്ടും നല്ല ഒരു കായ്ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് കേട്ടോ. നമുക്ക് കുറച്ചധികം ബീൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്ത ദിവസം ഞാൻ പറിച്ച് തോരൻ വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ അടിപൊളി പച്ചമുളകാണ്, പച്ചമുളക് ഉണ്ട്, തക്കാളി ഉണ്ട്, അതേപോലെ കുഞ്ഞുള്ളി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞപ്പം നല്ല വില കൊടുത്താണ് ഇവിടെ കുഞ്ഞുള്ളിയൊക്കെ വരുന്നത് കേട്ടോ. കുറച്ചേ കിട്ടത്തുള്ളേ. അപ്പോൾ അതിൽ മുള വന്നത് ഓരോ അല്ലി ഞാൻ അടർത്തി നട്ടതായിരുന്നേ. ഓരോ അല്ലി നട്ടപ്പോഴും അതിൽ നിന്ന് 3-4 ഉള്ളികളായിട്ട് എനിക്ക് കിട്ടിയായിരുന്നേ. ഞാനതെല്ലാം പറിച്ച് കറി വെച്ച് ഇനി ഒരു കടയും കൂടി അങ്ങോട്ട് അവിടെ നിൽക്കുന്നുള്ളൂ, ഒരു ചെട്ടിൽ കൂടി നിൽക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് കുഞ്ഞുള്ളി കിട്ടിയിരുന്നു. അതേപോലെ പൊട്ടറ്റോ നട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ നട്ടേക്കുന്നത് ഞാൻ കുറച്ച് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ, പൂവുള്ള ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. തക്കാളി എല്ലാം പഴുത്ത് തുടങ്ങി. ഇതിൽ നിന്നൊക്കെ ഞാൻ പച്ചത്തക്കാളി എല്ലാം വെച്ച് തോരൻ വെച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചത്തക്കാളി തോരൻ വെക്കാനായിട്ട്. ഒരു പക്ഷേ നമ്മളുണ്ടാക്കിയതായതുകൊണ്ടായിരിക്കാം അത്രയും ടേസ്റ്റ് വരുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നട്ടതല്ലല്ലോ, നമ്മൾ നട്ടതിന് നമുക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അതാണ് അതിൻ്റെ ഒരു ഫിലോസഫി. അങ്ങനെ ഞാൻ ഫിലോസഫി മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീണ്ടും എൻ്റെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.